വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ഇവർ ഒത്തുചേരാൻ കാരണം ഞാനാ. I'm the broker. അത് വലിയ സ്റ്റോറിയാണ്. ആക്ച്വലി ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കോമൺ ഫ്രണ്ട്സ്. 2020 ആ ടൈം അറൗണ്ട് ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജോഷുവിനെ കോൺടാക്ട് ചെയ്തു. ഞാനും ജോഷും കൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഭയങ്കര വൈറലായ വീഡിയോ അത് കണ്ട് സുപ്രമാണ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചത്. മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു റാപ്പ് ഭയങ്കര അടിപൊളിയായി. എന്താ സ്വഭാവത്തിലായാലും അവർ ടേസ്റ്റിലായിക്കൊള്ളാലും അവർ ലൈക്ക് മേഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാ ഇന്നുമെന്നെ ഒരു പുഴയാ. അങ്ങനെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ കൂടുതലൊന്നും അങ്ങനെ പറയാനില്ല. കുറച്ച് ഇമോഷണൽ ആവുന്നല്ലാണ്ട് നിലവിൽ ഇതുവരെ എൻ്റെ ചേച്ചിത്ര ഹാപ്പി ആയിട്ട് കണ്ടൊരു ദിവസമില്ല. ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 years ആയി. മീറ്റ് ചെയ്തിട്ട് വിർച്വലി മീറ്റ് ചെയ്തു. അല്ല, അത് നമ്മൾ രണ്ടുപേരും ഒപ്പിടാണ്ട് DAS അല്ലേ? ഒരു സാക്ഷി. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നമ്മൾ മീം ഷെയർ ചെയ്യുന്ന കമ്പനിയായി. പിന്നെ ഞങ്ങൾ സ്റ്റോറീസ് ഷെയർ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ലൈഫ് ഷെയർ ചെയ്യാൻ പോകുന്നു. അടിപൊളി. ചേച്ചിയാണ് അതെ, ചേച്ചിയാണ് അമ്മ അച്ഛനെല്ലാം. ഇതാണ് എൻ്റെ എല്ലാം. ഇവർ ഈ സിമ്പിളായിട്ടുള്ള മാരേജിൻ്റെ ഡെസിഷൻ ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ജോഷ് പൊതുവേ അങ്ങനെ ആർഭാടത്തിൻ്റെ ആളൊന്നുമല്ല. എന്താ സിമ്പിളായിട്ട് അറിയുന്ന സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെല്ലാം ഒന്നിച്ച് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. ഞാനും സ്വപ്നവും പേഴ്സണലി വി ആർ നോട്ട് ഇൻ ടു ഏജ് അല്ലേ? അതാണ് ഒരു മെയിൻ റീസൺ. പിന്നെ നമുക്കൊരു കുട്ടി കല്യാണം മൊത്തം വെഡിങ്ങിൽ അങ്ങനെ ഒരു എന്താ പറയാ റിലീജിയസ് മയം എവിടെയും എക്സെപ്റ്റ് ഫോർ ഞാൻ രജിസ്റ്റർഡ് മാരേജിൽ ഒരു വള ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദശാവതാരം വള. അതെന്റെ അമ്മയുടെ വളയിൽ എന്റെ അമ്മ സ്നോ മോൻ പഴയ പോളിഷാൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അമ്മയുടെ സ്മെല്ലുണ്ട്. ഫസ്റ്റ് ആയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് അവൻ്റെ ബർത്ത്ഡേക്ക് വീട്ടിലിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു പാട്ട് കെട്ടി നമ്മളെ എന്തിനു വേറെ ഒരു സുഖം. ഇവരത് കേട്ടു. അപ്പം അവര് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അവരത് കേട്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഐ വാസ് ഓൺലൈൻ ടോക്കിംഗ് ടു ഹിം ബൈ ചാറ്റ്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇയാൾ പാട്ട് പാടില്ലേ, അത് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു പണിയിലെതിരിക്കായിരുന്നു. അപ്പൊ ഞാൻ ഐ സാങ് a few lines. ഞാൻ പാടി വീഴ്ത്തി. അതെ, ആ പാട്ടാണ് ഇപ്പോഴും എന്റെ റിംഗ് ടോൺ. 3 years ആയിട്ട് ആ പാട്ടാണ് ഇപ്പോഴും റിംഗ് ടോൺ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായ ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും
ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ അനുശ്രീ എസ് ദാസ് എന്ന തങ്ങളെ ഞാൻ ഇന്നു മുതൽ എൻ്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കും. ജോഷി സുരേഷ് കെ എന്ന താങ്കളെ ഞാൻ എന്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിക്കുന്നു. താങ്ക് യു. അപ്പൊ അതാണ് ഞാൻ വീണ പാട്ട്. വീഴൽ വാസ് മ്യൂച്വൽ. അതന്നെ വീഴൽ മ്യൂച്വൽ ആയിരുന്നു. എടാ ലഡു ഇനി ഇവിടെ ഒന്നുണ്ട്. ഇതെന്തിന് ഇത്തിരി ഒട്ടിച്ചിനി? ഇതൊന്ന് തുറക്കണം എന്ന് വിചാരിച്ച് ഒട്ടിച്ചില്ലേ ഇവര്? കല്യാണം കഴിഞ്ഞിരിക്കുന്നു. I think we're very lucky to find each other. അതെ And I like ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് പറയുന്നതല്ല. I do believe that it's not very often that people find a love like us. അപ്പുറൻ്റെ അടുത്ത് എപ്പോഴും പറയാം. This Okay. is my treasure. This is my trophy. ആസ് എ കപ്പിൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണ്, മീൻസ് നല്ല കംഫർട്ടബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ അത് തന്നെയല്ലേ നല്ലത്. ഒരു നാൾ കിനാവ് പൂത്തിടും, അതിൽ നമ്മളൊന്നു ചേർന്നിടും, പിറാക്കൾ പോലെ വഴി നിലാവിൽ പാറിടും. നിനക്കു തണലായി ഞാൻ, നിനക്കു തുണയായി ഞാൻ, പല കനവുകൾ പകലിരവുകൾ നിറമണിയുമീ കഥയെ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. തക്കാളിക്കൊക്കെ എന്താ വില? ഗ്യാസ് എടുക്കണം ഫസ്റ്റ് പോയിട്ട്. വൈഫൈ 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 എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും വരും, എല്ലാവരും കേറിക്കോളൂ. നല്ല ചിരി. Happy married life, Joshua and Anu. So fake. ചേച്ചി ചേട്ടനോ? എന്നെ നോക്കാം. എനിക്ക് മറ്റേ കണ്ണ് ഇല്ല അറിയില്ല, മനസ്സിലാവുന്നില്ല. ഐ എം ടു ക്ലോസ് ടു യു.